ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1995 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. ആകെ 51.7 ലക്ഷം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. ഓഗസ്റ്റ് 3 മുമ്പ് വിതരണം പൂർത്തിയാക്കും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകും. കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് തുക എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകൾക്ക് രാത്രികാല യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കാൻ പിങ്ക് ബസ് സർവീസുമായി KSRTC. സ്ത്രീകൾക്ക് മാത്രമായാണ് പിങ്ക് ബസ് സർവീസ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഇന്നിപ്പോ ഒരു പിങ്ക് ബസ് എന്ന ഒരു പേരിൽ നിറത്തിലൊരൽപ്പം പച്ച ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ പിങ്കാണ്. അതുകൊണ്ട് പിങ്ക് വരും, ഉടനെ വരും. നമുക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവര് തൊഴിലിടത്തിലേക്ക് വന്നതും പോയതുമെന്ന് പൊതു സമൂഹത്തിന് മനസ്സിലായത് പ്രിയദർശിനി വന്നപ്പോഴാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനിയെ കണ്ടത്. ആ സന്ദർഭത്തിലാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് സാമ്പത്തികമല്ല അവരുടെ പ്രശ്നം. ആദ്യഘട്ടത്തിൽ തമ്പാനൂർ ടെക്നോ പാർക്ക് റൂട്ടിലാണ് പിങ്ക് ബസ് സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ രാത്രി 10:45 വരെ ബസ് സർവീസ് ലഭ്യമാകും. രാത്രികാലത്ത് ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും പഠനാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുമായ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് KSRTC അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ പ്രധാന റൂട്ടുകളിലേക്കും ഘട്ടം ഘട്ടമായി രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്നും KSRTC വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന് കണ്ടെത്തിയത് വ്യാപക ക്രമക്കേട്. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് 45 ലക്ഷം രൂപയുടെ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തി. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റുകൾ നൽകൽ, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയിലാണ് വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അഴിമതി നടന്നതായി സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ ബുധനാഴ്ച സംസ്ഥാനത്തെ 68 ഓഫീസുകളിലായാണ് പരിശോധന നടത്തിയത്. 6 കോർപ്പറേഷനുകൾ, 30 മുനിസിപ്പാലിറ്റികൾ, 24 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടുനിന്നു. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുന്നതിലും അനുമതിക്കായി സമർപ്പിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, കരാറുകാർ, ഏജന്റുമാർ എന്നിവരിൽ നിന്നും ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി 45 ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കെട്ടിടാനുമതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കരാറുകാരും കൺസൾട്ടന്റുമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന നിരവധി ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയതായി വിജിലൻസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.